നമസ്കാരം. 2026 ഫെബ്രുവരി 13-ന് സൂര്യഭഗവാൻ മകരരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് പ്രവേശിക്കും. അടുത്ത ഒരു മാസം സൂര്യൻ ഈ രാശിയിൽ തന്നെ തുടരും. ഈ മാറ്റം 12 രാശിക്കാരെയും ബാധിക്കുമെങ്കിലും ഇനി പറയാൻ പോകുന്ന 6 രാശിക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യങ്ങളാണ് നൽകാൻ പോകുന്നത്. സാമ്പത്തിക നേട്ടവും പദവിയിൽ ഉയർച്ചയും നിങ്ങളെ തേടിയെത്തും. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക. മേടൻ രാശിയിൽ സൂര്യൻ 11-ാം ഭാവമായ ലാഭസ്ഥാനത്തേക്കാണ് വരുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കും. സാമ്പത്തികമായ വലിയ മുന്നേറ്റമുണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അടുത്തത് ഇടവൻ രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം. ഇടവൻ രാശിയിൽ സൂര്യൻ 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് എത്തും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. സമൂഹത്തിൽ പ്രശസ്തി കൂടും. തൊഴിലില്ലാത്തവർക്ക് സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. അടുത്തത് മിഥുനൻ രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർദം. മിഥുനൻ രാശിയിൽ സൂര്യൻ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കാണ് എത്തുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം പല കാര്യങ്ങളും നിങ്ങൾക്കിനി നടന്നു കിട്ടും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. പിതാവിന്റെ സ്വത്തോ സഹായമോ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം, അത്തം, ചിത്തിര. കന്നി രാശിയിൽ സൂര്യൻ 6-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. രോഗദുരിതങ്ങൾ മാറി ആരോഗ്യം വീണ്ടെടുക്കാനും പറ്റും. കോടതിയോ നിയമപ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വിധി അനുകൂലമാകും. കടങ്ങൾ വീട്ടി സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം. ധനുരാശിയുടെ 3-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ രാശിമാറ്റം നടത്തുന്നത്. ആത്മവിശ്വാസം വർദ്ധിക്കും. ഏത് വെല്ലുവിളിയെയും ധൈര്യത്തോടെ നേരിടാൻ സാധിക്കും. ബിസിനസ്സിൽ വലിയ ലാഭം കൊയ്യും. സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും. അടുത്തത് മകരൻ രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരൻ രാശിയിൽ സൂര്യൻ 2-ാം ഭാവമായ ധനസ്ഥാനത്തേക്കാണ് രാശിമാറ്റം നടത്തുന്നത്. അതിനാൽ കയ്യിൽ ധാരാളം പണം വന്നു ചേരും. കിട്ടാനുള്ള കുടിശ്ശികകൾ തിരികെ ലഭിക്കും. കടം കൊടുത്തിട്ട് ഏറെ നാളായി ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ ധനം വരെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ യോഗം കാണുന്നു. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഈ പറഞ്ഞിരിക്കുന്ന 6 രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ സമയം. എല്ലാവരും കമന്റ് ബോക്സിൽ സൂര്യദേവായ നമ എന്നൊന്ന് കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്.